നിർമ്മല ഹൃദയ പ്രതിഷ്ഠ 10-ാം ദിനം. ഇന്ന ദിവസം വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് എല്ലാ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. മത്തായി സുവിശേഷം 1-ാം അധ്യായം 23-ാം തിരുവചനം. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ. രോഗത്തിലും സങ്കടത്തിലും കണ്ണീരിലും ഒറ്റയ്ക്കാകുമ്പോഴും കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ എല്ലാ രോഗികൾക്കും ഇടവരുത്തണമേ എന്ന് ഔസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 9-ാം തിരുവചനം. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. രോഗത്തിൻ്റെ കഷ്ടപ്പാടുകൾ കാരണം നിരാശയ്ക്ക് അടിമപ്പെട്ടു പോയവർ, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവർ, ജീവിതത്തോട് മടുപ്പ് തോന്നുന്നവർ, ഇങ്ങനെയുള്ള എല്ലാ രോഗികളെയും ഓർത്ത് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. കഷ്ടപ്പാടിലും ജീവിതത്തിൻ്റെ സങ്കടത്തിൻ്റെ നേരങ്ങളിലും ദൈവം കൂടെയുണ്ട്, ദൈവം സഹായിക്കും എന്ന ഉറച്ച് വിശ്വസിച്ച് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ സഹായം രോഗക്കിടക്കയിലായിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ആത്മീയ ബാലകനെ, ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ഞങ്ങളുടെ അറിവിലുള്ള എല്ലാ രോഗികളുടെയും അവരുടെ രോഗങ്ങൾ ആത്മീയമോ മാനസികമോ ശാരീരികവുമായ എല്ലാ സങ്കടങ്ങളെയും ഔസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ മുറിവിൽ നിന്നുള്ള സൗഖ്യം ലഭിക്കാൻ ഔസേപ്പ് പിതാവേ, അവർക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമേ. കണ്ണുകളെ അടച്ച് നമ്മുടെ നിയോഗങ്ങളെ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഉണ്ണിമിശിഹ പറ്റിച്ചേർന്ന് കിടന്ന അങ്ങയുടെ നിർമ്മല ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ ഞങ്ങളെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മീയ പാലകനെ, ഞങ്ങളുടെ അങ്ങയുടെ തിരുക്കുമാരൻ്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ നിയോഗങ്ങളെ കാഴ്ചവെച്ച് സാധിച്ചു തരണമേ എന്ന് അങ്ങയുടെ നിർമ്മല ഭാര്യയും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മധ്യസ്ഥതയിൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിനും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിനും ഔസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിനും നിത്യം സ്തുതിയുണ്ടായിരിക്കട്ടെ. ആമേൻ.